രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെ ഒരു നിയമ നടപടിയും പാടില്ല എന്നാണല്ലോ നമ്മുടെ ഭരണഘടന പറയുന്നത്. ഇപ്പോൾ കേരളം രാഷ്ട്രപതിയെ ഡയറക്റ്റ് പറഞ്ഞില്ല, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയുടെ പേരിലാണെങ്കിലും ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയിരിക്കുക. നിയമപരമായി ഇത് നിലനിൽക്കുമോ? അത് നിലനിൽക്കും എന്നുള്ള നിയമവശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ പോയിരിക്കുന്നത്. നിൽക്കുമോ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ പ്രാരംഭം ആദ്യത്തിലേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ രജിസ്ട്രി ഇത് സ്വീകരിച്ച് നമ്പർ ഇട്ടു എന്ന് വെച്ചാൽ പ്രഥമ ദൃഷ്ടിയ അതിന് കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ബെഞ്ചിൽ പോകുമ്പോൾ മിക്കവാറും മെയിൻറ്റെയിനബിലിറ്റിയെ ചൊല്ലി ഒരു വാദം നടക്കും പ്രാഥമികമായിട്ട്. അതിലായിരിക്കും ഇത് വ്യക്തമാകുക. കാരണം ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവരും ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, പ്രസിഡൻറ്റിനെ റെസ്പോണ്ടൻ്റ് ആക്കിയില്ല, പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടറിയെ. ഗവർണറെ റെസ്പോണ്ടൻ്റ് ആക്കിയില്ല, ഗവർണറുടെ ADCയോ OSDയോ അവിടെയും സെക്രട്ടറിയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി വേണമെങ്കിൽ അവർ പ്രസിഡൻറ്റിനെ റെസ്പോണ്ടൻ്റ് ആക്കിയിട്ടില്ല എന്ന്, എതിർകക്ഷി ആക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. പിന്നെ സുപ്രീം കോടതിയുടെ തീരുമാനം പോലെ. പക്ഷേ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അധികാരം വിനിയോഗിച്ചത് സംബന്ധിച്ചല്ലേ തർക്കം? അതെ അതെ. അപ്പോൾ പിന്നെ സെക്രട്ടറി ആക്കിയിട്ട് കാര്യമില്ലല്ലോ, ഡയറക്റ്റ്ലി പ്രസിഡന്റിൻ്റെ നടപടിയല്ലേ ചോദ്യം ചെയ്യുന്നത്. സെക്രട്ടറി പിന്നെ എഴുതുന്നത് റെസ്പോണ്ടൻറ്റ് നമ്പർ 1, സെക്രട്ടറി ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. വെറുതെ ന്യൂഡൽഹി എന്ന് എഴുതിയാൽ മതി. അതാണ് അഡ്രസ്സ് പ്രസിഡൻറ്റിൻ്റെ. പ്രസിഡൻറ്റിന് പ്രത്യേകം വേറെ അഡ്രസ്സൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ എഴുതി അങ്ങോട്ട് ഫയൽ ചെയ്യും. ബാക്കിയുള്ളത് ബെഞ്ചിൽ വരുമ്പോൾ. എൻ്റെ സംശയം അതല്ല, വീണ്ടും സെക്രട്ടറി എടുത്ത ഏതെങ്കിലും ആക്ഷനെ കുറിച്ചല്ലല്ലോ, പ്രസിഡന്റ് അല്ലേ ഈ ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കാത്തത്. അല്ല, അത് ശരിയാണ്. ഇപ്പം നമ്മൾ കേരള സർക്കാരിനെ പ്രതിയാക്കുന്നു. കേരള സർക്കാരിൻ്റെ ഹെഡ് ആരാ? ചീഫ് സെക്രട്ടറി, ഗവർണറാണ്. ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് പെറ്റീഷൻ കൊടുക്കാറുള്ളത്. സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് പെറ്റീഷൻ പോകുന്നത് എപ്പോഴും. ഗവർണറുടെ പേരിലോ മുഖ്യമന്ത്രിയുടെ പേരിലോ അല്ല. തീരുമാനമെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ബട്ട് ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ റെസ്പോണ്ടൻ്റ് ആക്കില്ല, ചീഫ് സെക്രട്ടറിയാണ് റെസ്പോണ്ടൻ്റ് ആക്കുന്നത്. എക്സിക്യൂട്ടീവാണ് എപ്പോഴും കേസിൽ റെസ്പോണ്ടൻ്റ് ആകുന്നത്. പക്ഷേ ഈ കേസിൽ പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്, അത് തന്നെ റെസ്പോണ്ടൻ്റ് ആക്കാമോ എന്നൊരു ചോദ്യം വരും. പ്രസിഡൻറ്റിനെ ആക്കുന്നില്ല. ആസ് എ പേഴ്സൺ യു ജസ്റ്റ് റിമൂവ് ഹിം ആൻഡ് ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡൻറ്റ്. അതെ, ഓഫീസ് ഓഫ് ദ പ്രസിഡൻറ്റ് തന്നെയാണോ പ്രസിഡൻറ്റ്? ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകൾ ചർച്ച ചെയ്യപ്പെടും. ഇതിപ്പോൾ ഒരു വഴിപാടാണ്. സി വാട്ട് ഈസ് ദാറ്റ് ദേ വാണ്ട് ടു ഡു. ഞാൻ ഈ 198 വഴികൾ പറഞ്ഞില്ലേ, അതിലൊരു വഴിയാണ് ഈ വാർ ത്രൂ ലീഗൽ ആക്ഷൻ, PIL വഴിക്ക്, അതല്ലാത്ത വഴിക്ക് എല്ലാം കോടതിയുടെ കയ്യിലേക്ക് ഭരണം മാറ്റുക. അപ്പോൾ കോടതിയിലായി കഴിയുമ്പോൾ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 5 പേരാണ്. അത് പണ്ട് 8 പേരോ 10 പേരോ ഒക്കെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഭരണഘടനാ ബെഞ്ച് 5 എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ എത്ര ജഡ്ജിമാരുണ്ട്? 45 ജഡ്ജിമാരുണ്ട്. അപ്പോഴും ഭരണഘടനാ ബെഞ്ച് 5 പഴയ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 15 പേരെങ്കിലും ഉണ്ടാവണം. പക്ഷെ അതൊരിക്കലും ഉണ്ടാവാറില്ല. ഇത് തന്നെ വെച്ച് അവർ തുടരുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് മാനേജിങ് 5. അതിൽ തന്നെ ഭൂരിപക്ഷം മതി. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് മാനേജിങ് ജസ്റ്റ് 3 people, അൺഇലക്റ്റഡ് ആൻഡ് അൺഇലക്റ്റബിൾ. ഈ 3 പേരെ നിങ്ങൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് വൺ ദ ഹോൾ ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? രാജ്യം മുഴുവൻ നേടാം. നിങ്ങൾക്ക് പാർലമെൻറ്റിനെ മൈൻഡ് ചെയ്യേണ്ട, നിയമസഭകളെ മൈൻഡ് ചെയ്യേണ്ട, ഒരു നിയമത്തെയും മൈൻഡ് ചെയ്യേണ്ട, സകല നിയമത്തിൻ്റെയും മുകളിലിരിക്കുന്ന സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരെ കൺവിൻസ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് മറ്റു രീതിയിലുള്ള കറപ്ഷൻ അല്ല കേട്ടോ, അവർക്ക് കൈക്കൂലി കൊടുത്തു, ഇതല്ല ഞാൻ പറയുന്നത്. അവരെ കൺവിൻസ് ചെയ്യുക. അവർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവരിതങ്ങോട്ട് എഴുതും. പ്രസിഡൻറ്റ് 15 ദിവസത്തിനകം തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ അവരെഴുതും. നൗ ദാറ്റ് ഈസ് എ പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കരസേന, നാവികസേന, വ്യോമസേന, ഇത് 3ൻ്റെയും സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ്. അതെ. നാളെ ഞാനൊരു ഹർജിയുമായിട്ട് പോകുന്നു. ഇന്ത്യൻ പട്ടാളം ഈ നേപ്പാൾ അതിർത്തിയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അതിർത്തിയിൽ, ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ഇത്രയും പട്ടാളത്തിൻ്റെ ആവശ്യമില്ല. ഇത് പൊതുപ്പണം ദുർവിനിയോഗം ചെയ്യുകയാണ് സർക്കാർ. അതുകൊണ്ട് ഈ സുപ്രീം കമാൻഡർക്കൊരു നിർദ്ദേശം കൊടുക്കണം. അതിൻ്റെ എക്സ്പെൻസ് നോക്കിയിട്ട് അത്രയും പട്ടാളത്തെ വേണ്ടതെന്ന്
അങ്ങേര് തന്നെ പരിശോധിച്ചിട്ട്, പ്രസിഡൻറ്റ് തന്നെ പരിശോധിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കണം വിത്തിൻ 30 ഡേയ്സ്. ഡയറക്ഷൻ ഇതേ ഉള്ളൂ. നിങ്ങളൊരു തീരുമാനം എടുക്കണം ഇത് പരിശോധിച്ചിട്ട്, പക്ഷേ 30 ദിവസത്തിനകം എടുക്കണം. ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാമോ? ആ നിർദ്ദേശം ഫലത്തിൽ ഇന്ത്യൻ പട്ടാളത്തിനുള്ള നിർദ്ദേശമാണ്. ആൻഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സുപ്രീം കോടതി ചിലപ്പോൾ അത് ചെയ്തു എന്നും വരും. കാരണം സുപ്രീം കോടതി ഇങ്ങനെ എൻക്രോച്ച് ചെയ്ത് വരികയാണ്. പണ്ട് സുപ്രീം കോടതി ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കുമായിരുന്നില്ല. അത് ലെജിസ്ലേച്ചറിൻ്റെ കാര്യമാണ്. വീൽ നോട്ട് എഗ്രി. ഈ നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയില്ല. ജുഡീഷ്യറിയുടെ പവർ സെപ്പറേറ്റ് ആണ്, ലെജിസ്ലേച്ചറിൻ്റെ പവർ സെപ്പറേറ്റ് ആണ്, എക്സിക്യൂട്ടീവിൻ്റെ പവർ സെപ്പറേറ്റ് ആണ്. ഇതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇപ്പോൾ ഒരാൾ മറ്റൊരാളിൻ്റെ പവറിൽ കടന്നു കയറില്ല. ഇപ്പോൾ സുപ്രീം കോടതി സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇല്ലാതെയാക്കി. സകലതിലും അവർ കടന്നു കയറാൻ തുടങ്ങി, എല്ലാത്തിലും. സാവകാശം നമ്മുടെ ഞാൻ ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഈ ദേവസ്വം ബോർഡിനെതിരെ ഞാൻ കൊടുത്ത കേസ്, പലരും ധരിച്ചിരിക്കുന്ന പോലെ ഈ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് മാറ്റുക, ഇതൊന്നും അല്ല എൻ്റെ ഹർജി. എൻ്റെ ഹർജി ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന 3 പേര്, ഇവരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യപരമായിട്ടല്ല, ട്രാൻസ്പെറൻ്റ് അല്ല, ഇവരുടെ യോഗ്യതകൾ തീരുമാനിച്ചിട്ടില്ല. ഏത് മനുഷ്യനെയും നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കാം, അല്ലെങ്കിൽ അംഗമാക്കാം. 3 പേരുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങ് അംഗമാക്കാം. ഭ്രാന്തുണ്ടാവരുത്, 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയ ക്രിമിനൽ കേസ് ഉണ്ടാവരുത്, പിന്നെ വയസ്സ് എന്തോ 25-35 ദിവസം, ഹിന്ദു ആയിരിക്കണം, ഇത്രയേ ഉള്ളൂ. ഹിന്ദു ആകുന്നത് അയാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴാണ്. ഞാൻ ഹിന്ദുവാണെന്നും ഈശ്വരവിശ്വാസമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ. മത്സരിക്കുമ്പോൾ ആ കണ്ടീഷനില്ല, മത്സരമേ ഇല്ല, അതെ, നോമിനേഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ദിസ് ഷുഡ് ബി മെയ്ഡ് ഒരു ഡിക്ലറേഷൻ വഴിക്ക് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ട യോഗ്യതകൾ തീരുമാനിക്കണം. ബട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ മൊത്തം ദേവസ്വം ആക്ട് കുളമാകും. അതതിൻ്റെ കോൺസിക്വൻസസ് ആണ്, എൻ്റെ പ്രെയറല്ല. എൻ്റെ പ്രെയറിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് ഇത് ഉരുണ്ട് വീഴുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണം സുപ്രീം കോടതി പറയാറുള്ളതാണ്. വെൻ യു റിമൂവ് ദ കോർണർ സ്റ്റോൺ ദ ഹോൾ ബിൽഡിംഗ് വിൽ ഫാൾ ഡൗൺ. ഇപ്പം ഞാൻ കോടതിയിൽ ഞാൻ വാദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ കോർണർ സ്റ്റോൺ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, ഇതാണ് എൻ്റെ വാദം. പക്ഷേ കോടതിക്ക് മനസ്സിലായി ഇത് ബിൽഡിംഗ് കൊളാപ്സ് ആകും, കോർണർ സ്റ്റോൺ എടുക്കണമെന്ന് മോഹൻദാസ് പറയുന്നത് ന്യായമാണ്, പക്ഷേ എടുത്താൽ ഈ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യും. ഹൈക്കോടതി എന്നോട് പറഞ്ഞു ദർ ഈസ് സബ്സ്റ്റൻസ് ഇൻ ദ പെറ്റീഷണേഴ്സ് ആർഗ്യുമെൻറ്റ്, ബട്ട് ഡ്യൂ ടു സം പ്രിൻസിപ്പിൾ ഒരു ഞാനിപ്പോൾ അത് മറന്നുപോയി, ലാറ്റിൻ വേർഡാണത്, അത് വെച്ചിട്ട് ഗവൺമെൻറ്റിന് ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ബട്ട് വി ആർ ഡിസ്ട്രസ്, വി ഹാവ് ബീൻ റിപ്പീറ്റഡ്ലി ടെല്ലിങ് ഗവൺമെൻറ് ടു ഇംപ്രൂവ് ദ അഡ്മിനിസ്ട്രേഷൻ, അത് ഇതെന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫൊക്കെ എഴുതിയിട്ട് തന്നു. ഫലത്തിൽ കേസ് ഞാൻ തോറ്റു. പക്ഷേ എനിക്കൊരു സ്ട്രോങ് പോയിൻ്റ് ഉണ്ട്. സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ട് ആകെ എനിക്ക് വാദിക്കാനുള്ളത് ഹൈക്കോടതി എൻ്റെ വാദം ശരിവെച്ചു, പക്ഷേ ഹൈക്കോടതിക്ക് അധികാരമില്ല ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് സുപ്രീം കോടതിക്ക് മാത്രമല്ലേ, അതുകൊണ്ട് ആ അധികാരം അങ്ങ് പ്രയോഗിച്ചാൽ മതി. കേസ് ഹൈക്കോടതി പരിശോധിച്ചു കഴിഞ്ഞു. ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ആർഗ്യൂ ഇൻ സുപ്രീം കോടതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വക്കീൽ കപിൽ സിബൽ അല്ല, അതുകൊണ്ട് അത് എപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന അറിയാമല്ലോ. ഇപ്പം 19-5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലമായോ? 5 കൊല്ലമായി. അത് ശരി. അപ്പോൾ ഞാൻ പിണറായി വിജയനല്ല, ഞാൻ സിദ്ദിഖാപ്പനല്ല, അതുകൊണ്ട് എൻ്റെ കേസ് വരുമ്പോൾ വരും, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി മാറുകയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴാണ് എൻ്റെ കേസ് നടന്നതെങ്കിൽ ഹൈക്കോടതി ചിലപ്പോൾ ഈ നിർദ്ദേശം കൊടുത്തു എന്ന് വരും. പഴയ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ കൊടുക്കാത്തത്. കാരണം സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, കോടതി ഒരു പരിധിയിൽ കവിഞ്ഞ് സർക്കാരിന്, അതുകൊണ്ടാണ് കോടതികൾ പൊതുവെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറയാറില്ല. അല്ല, അതാണ് ടി ജി ഞാൻ ചോദിച്ചത്. ഇപ്പോൾ സാവകാശം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ഈ കോടതി ജുഡീഷ്യൽ ആക്ടിവിസം വഴി വിഴുങ്ങുമല്ലേ? അതെ അതെ, ജുഡീഷ്യൽ ആക്ടിവിസം വഴിയും ഇനാക്ടിവിസം വഴിയും. ആക്ടിവിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത്, ഇനാക്ടിവിസം എന്ന് പറയുന്നത് എൻ്റെ കേസിലേക്ക് എടുക്കാതിരിക്കൽ, ഒമിഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയില്ല. ചില കാര്യങ്ങൾ ചെയ്തും ചില കാര്യങ്ങൾ ചെയ്യാതെയും. അപ്പോൾ തുല്യനീതി എന്ന് പറയുന്ന സാധനം ഇല്ല. കപിൽ സിബൽ പോയാൽ ഉടനെ കേൾക്കും, നമ്മൾ പോയാൽ അവിടെ കിടക്കും. അതൊരു പ്രശ്നമാണ്.
പക്ഷെ അതിന് തുല്യനീതി എന്ന് പറയാൻ പറ്റില്ല, തുല്യ പരിഗണന തുല്യ പരിഗണന കിട്ടാറില്ല. അതൊരു വലിയ അനീതിയല്ലേ? അതൊരു അനീതിയാണ്. ഇപ്പോൾ അതാര് പരിഹരിക്കും? കേജ്രിവാളിൻ്റെ കേസ്, ED കേസ്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല. 3 വക്കീലന്മാരാണ്, സീനിയർ വക്കീലന്മാരാണ് വാദിച്ചത്. അഭിഷേക് മനു സിംഗ്വി പ്ലസ് 2 പേര്, അവർ ഭീകരന്മാരാണ് സീനിയർ വക്കീലന്മാർ, ഇപ്പോൾ ഞാൻ പേരോർക്കുന്നില്ല. 3 പേരാണ്. ഒരാളിൻ്റെ ജാമ്യത്തിന് 3 പേര് വാദിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിൽ ആദ്യം വാദിച്ചത് അഭിഷേക് മനു സിംഗ്വിയുമാണ്. രണ്ടാമത്തെ ആൾ വാദിച്ചു. മൂന്നാമത്തെ ആൾ വാദിക്കാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് SV രാജു. SV രാജു പറഞ്ഞു, ഇതെന്താണ്, ഇതൊരു ജാമ്യത്തിന് വാദം, മൂന്നാമത്തെ ആൾ വാദിക്കുന്നു, വാട്ട് ഈസ് ദാറ്റ്? ഒരു ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. പ്രഥമ ദൃഷ്ടി ആ കേസുണ്ടോ ഇല്ലയോ, ജാമ്യം കൊടുക്കണോ വേണ്ടയോ? ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ തെളിവ് നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ? ഒരു കേസിന് 3 വക്കീലന്മാരെ വെക്കാം. അതേസമയം മജിസ്ട്രേറ്റ് അസർട്ടീവായിട്ട് പറഞ്ഞു എന്ന് വെച്ചോ, ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ചെയ്യും, കൺസോൾഡേറ്റ് ചെയ്തിട്ട് എനിക്ക് എഴുതിത്താ, ഐ കനോട്ട് കണ്ടിന്യൂ ഹിയറിങ് ദിസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ വെച്ച് തീരും. ബട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് മഹാദുഷ്ടനാണ്, കള്ളനാണെന്ന് പറഞ്ഞ് അങ്ങേരെ ആക്രമിക്കാൻ തോന്നും. കാരണം മജിസ്ട്രേറ്റ് ഇവരുടെയൊക്കെ മുമ്പിൽ വളരെ ചെറിയ മനുഷ്യനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മജിസ്ട്രേറ്റുമാർ എണീറ്റ് നിൽക്കുന്നത് സീനിയർ വക്കീലന്മാർ വരുമ്പോൾ. എന്നുവെച്ചാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് എറണാകുളം. ഏതോ ഒരു കേസിൽ രാംകുമാർ സാറ് ഹാജരാകുന്നു. രാംകുമാർ സാറ് കോർട്ട് ഹാളിലേക്ക് കയറി, അവിടെ അപ്പോൾ തന്നെ ഒരു വക്കീൽ എണീറ്റ് മാറിയിട്ട് സാറിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തു. സാർ അവിടെ ഇരുന്നു. അപ്പം മജിസ്ട്രേറ്റ് എണീറ്റ് നിന്ന് ചോദിക്കുന്നു, സാർ കേസ് നമ്പർ ഏതാ, ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം, വിളിച്ചോട്ടെ എന്ന് ബാക്കിയുള്ള വക്കീലന്മാർ. വിളിച്ചു സാറിനെ വിടുന്നു. സാറ് പറഞ്ഞു, അത് വേണ്ട, അതാണ് ഇതനുസരിച്ച് പൊക്കോട്ടെ, എൻ്റെ നമ്പറേ ആകാറായി, 3 4 കഴിയുമ്പോൾ വരും, ഐ വിൽ വെയിറ്റ്. സാറൊരു സംസ്കാരമുള്ള മനുഷ്യനാണ്. ദിസ് ഈസ് ദ വേ ദ റെസ്പെക്ട് സീനിയർ അഡ്വക്കേറ്റ്സ്. അത് ഭയന്നിട്ടോ അങ്ങനെയൊന്നുമല്ല. കാരണം അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഈ മജിസ്ട്രേറ്റിന് പ്രായം എത്ര, ടെസ്റ്റും സംഗതിയൊക്കെ എഴുതി പാസ്സായി വരുന്ന ചെറുപ്പക്കാരൻ, അയാൾ നോക്കുമ്പോൾ 85 വയസ്സുള്ള രാംകുമാർ സാർ വന്ന് മുമ്പിലിരുന്ന് കഴിയുമ്പോൾ അറിയാതെ എണീറ്റ് പോകും ബഹുമാനം. അപ്പോൾ ഇതാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലൊക്കെ അഭിഷേക് മനു സിംഗ്വി, മറ്റേ ഒരു ചൗധരി, ഇവരൊക്കെ നല്ല പ്രായവും സുപ്രീം കോടതിയിൽ പ്രാക്ടീസും ഒക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ ഇയാൾ പിന്നെ അത് വേണ്ടാന്നൊന്നും പറയില്ല, ചെയ്തോളാൻ പറയും. അപ്പോൾ ദാറ്റ് എ പാർട്ട്. സുപ്രീം കോടതിയിൽ ഈ ഇതുപോലെ ലിസ്റ്റ് ചെയ്തും ചില കേസുകൾ ലിസ്റ്റ് ചെയ്യാതെയും ഒരു അനീതി ഉണ്ടാകുന്നുണ്ട്. അത് കേജ്രിവാളിൻ്റെ കേസിൽ ഈ പ്രിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ആ 3 വക്കീലന്മാർ വാദിച്ചത്. സുനിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 വേറെ വക്കീലന്മാരെയും കൊണ്ടുപോയെന്ന് വെച്ചോ, പറ്റില്ല എന്ന് പറയില്ല. ഒരു വക്കീൽ പറയാനുള്ളത് പറ, മതി, അത് കേട്ടാൽ മതി. കാരണം ബെയിലിൽ അവർ അപ്പോൾ ടെക്നിക്കാലിറ്റി പറയും. ബെയിലാകെ നോക്കേണ്ടത് എന്താ, ഇയാളെ പുറത്തു വിട്ടാൽ ഈ കുറ്റം ആവർത്തിക്കുമോ ഇല്ല, തെളിവ് നശിപ്പിക്കുമോ ഇല്ല, നാട് വിടുമോ ഇല്ല, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമോ ഇല്ല, ബെയിൽ ഗ്രാൻറ്റഡ്, കഴിഞ്ഞു. ഈ 4 പോയിൻ്റ് സുനിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. നിങ്ങൾ ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഭയപ്പെടുന്ന 4 കാര്യങ്ങൾ സംഭവിക്കില്ല. ജാമ്യക്കാരുമുണ്ട്, അതുകൊണ്ട് ബെയിൽ കൊടുക്കണം. ഡിസ്ക്രിപ്ഷനാണ് മജിസ്ട്രേറ്റിൻ്റെ, ബെയിൽ കൊടുത്തു, ഇതാണ് സംഭവം. ബട്ട് PMLA ആക്ട് അനുസരിച്ച് ബെയിൽ കൊടുക്കാൻ വലിയ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് PMLA ആക്ടിൽ ഈ സ്ട്രിഞ്ചൻ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് എഴുതി തയ്യാറാക്കി അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളെ ഇത് കൊടുത്ത് വായിച്ച് കേൾപ്പിച്ച് ഭാര്യയുടെ ഒപ്പിടിച്ച് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കേജ്രിവാളിൻ്റെ ഭാര്യ ഒപ്പിട്ട് ഇവരെ കൊടുത്തു കഴിയുമ്പോഴാണ് കേജ്രിവാളിന് ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കയറാം എന്ന് പറയുന്നത്. അതാണ് PMLA ആക്ടിൻ്റെ പ്രത്യേകത. അല്ലാതെ വെറുതെ പോലീസ് കയറാ വണ്ടിയിൽ എന്ന് പറയുന്ന പോലെ ED ചെയ്യാൻ പറ്റില്ല. അതേസമയം EDക്ക് അത് ചെയ്യാനും പറ്റും. ഇഫ് ഹി ഈസ് ഇവേഡിങ് ദ അറസ്റ്റ്, ED ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. അവർക്ക് നോൺ ബെയിലബിൾ വാറൻറ്റ് മജിസ്ട്രേറ്റ് കൊണ്ട് ഇഷ്യൂ ചെയ്യിക്കാം. പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തുന്ന കേജ്രിവാളിനെ പൊക്കിക്കൊണ്ട് പോവാം. ഇത് കേജ്രിവാളിനെ അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. അയാൾ ഏതായാലും സംഭവം കൈവിട്ടുപോയി. ഇനിയിപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം നേടിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല. കാരണം സാധാരണ കേസ് പോലെയല്ല,
പൊളിറ്റീഷ്യൻസിൻ്റെ കേസ്, അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ വരും. അപ്പോൾ അതിൻ്റെ ടൈമിങ് നോക്കേണ്ടി വരും. ഇപ്പോൾ കേജ്രിവാളിന് ദർ ഈസ് ആൻ ഇമ്മിനൻറ്റ് ഡേഞ്ചർ. അതുകൊണ്ടാണ് കേജ്രിവാളിനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കേജ്രിവാളിനെ ആ ദിവസം തന്നെ പൊക്കാൻ കാര്യം ദർ ഈസ് ആൻ ഇമ്മിനൻറ്റ് ഡേഞ്ചർ ഓഫ് ടോർപ്പിഡോയിങ് അവർ ഇലക്ഷൻസ്, വിച്ച് ഈസ് ഓപ്പൺ. അത് ഗൂഢാലോചനയൊന്നുമല്ല, വെറും ഓപ്പണാണ്. ഇതിൽ നമ്മുടെ ഇയാൾ TM കൃഷ്ണ, ലുക്ക് അറ്റ് ദ ബിഹേവിയർ ഓഫ് മദ്രാസ് മ്യൂസിക് അക്കാഡമി. അവർ ഈ അവാർഡ് കൊടുക്കുന്നത് ഡിസംബറിലാണ് ഈ സംഗീത സഭകളെല്ലാം തുറക്കുന്നത്. വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതോത്സവം നടക്കുന്നത് ചെന്നൈയിലാണ്, ഡിസംബർ ജാനുവരി മാസങ്ങളിലായിട്ട്, മാർഗഴി മാസം. ഇവരിത് സാധാരണഗതിയിൽ ഈ സംഗീത കലാനിധി അവാർഡ് കൊടുക്കുന്നത് സെപ്റ്റംബർ, ചിലപ്പോൾ ഒക്ടോബർ, ചില ഡിസംബറിലാണല്ലോ ഫംഗ്ഷൻ. അതിന് തയ്യാറെടുപ്പൊക്കെ ആയിട്ട് ആദ്യമേ ഈ അനൗൺസ്മെൻറ്റ് വരും. ഇത്തവണ ഇവരിത് മാർച്ചിൽ ചെയ്തു. എന്തിന് ചെയ്തു? ബിക്കോസ് എലക്ഷൻസ് ആർ ഫാസ്റ്റ് അപ്രോച്ചിങ്. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കണം. ഒരു വിവാദം ഉണ്ടാക്കണം. അരവിന്ദ് കേജ്രിവാളിന് കിട്ടിയ അവാർഡ് ഏതാ? മാഗ്സസെ അവാർഡ്. TM കൃഷ്ണയ്ക്ക് കിട്ടിയ അവാർഡ് ഏതാ? മാഗ്സസെ അവാർഡ്. സൂക്ഷിച്ചോ, ഒരു 2000-ന് ശേഷം മാഗ്സസെ അവാർഡ് കിട്ടിയവരെല്ലാം അരുന്ധതി റോയ് ഒരു ആൻറ്റി നാഷണലാണ്, റാങ്ക് ആൻറ്റി നാഷണലാണ്. അവരുടെ ബ്രോക്കൺ റിപ്പബ്ലിക് എന്നുള്ള പുസ്തകം വായിച്ച് നോക്കിയാൽ മതി. ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ, നല്ല എഴുത്താണ്. ബട്ട് നമ്മളത് വായിച്ച് വരുമ്പോൾ അതിൻ്റെ ആൻറ്റി നാഷണൽ കണ്ടൻറ്റ് മനസ്സിലാവും. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി പഴകിപ്പോയി. ഇപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റി. എന്നിട്ട് കലാരംഗത്തേക്ക് TM കൃഷ്ണയെ പ്രൊമോട്ട് ചെയ്തു. TM കൃഷ്ണ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിലെ 3 ഫാമിലി ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്, നല്ല പണക്കാർ. അത് ഈ പറയുന്ന പോലെ സർക്കാർ സ്ഥാപനമൊന്നുമല്ല, പ്രൈവറ്റ് സ്ഥാപനമാണ് മദ്രാസ് മ്യൂസിക് അക്കാഡമി. അത് ശരി. ഈ ഒരു ഫാമിലിയിലെ മെമ്പറിൻ്റെ മകനാണ് TM കൃഷ്ണ. 10 വർഷമായിട്ട് മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ TM കൃഷ്ണ ഒരു കച്ചേരി അവതരിപ്പിച്ചിട്ടില്ല. മദ്രാസ് മ്യൂസിക് അക്കാഡമിയെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അവൻ. ഒരുപക്ഷെ അവനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞ് ഹീറോ ആയി. സ്വന്തം സമുദായത്തെ ബ്രാഹ്മണരെ ഇനി തെറിവിളിക്കാനൊന്നും ബാക്കിയില്ല, EVRനെ കൂട്ടുപിടിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഈ കലാസാഹിത്യ രംഗത്ത് അലമ്പുണ്ടാക്കുന്ന വേറൊരു അരുന്ധതി റോയ് അഥവാ യൂസ്ഫുൾ ഇഡിയറ്റ് അവരുടെ കയ്യിൽ, അതാണ് TM കൃഷ്ണ. ദ സെയിം തിങ് അരവിന്ദ് കെജ്രിവാൾ വിത്ത് മാഗ്സസെ അവാർഡ്, challenging the authority, challenging the court when the judgment goes against him, praising the court when the judgment is in favor of him. ഈ കളി അരവിന്ദ് കെജ്രിവാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വാർത്തയാണ്. അതെ അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, സ്റ്റാലിൻ പറഞ്ഞാലില്ല, രാഹുൽ പറഞ്ഞാൽ പോലും ഇല്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി പോയി പണി നോക്കണം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പാകിസ്ഥാനേക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അദ്ദേഹം വാക്ക് പറഞ്ഞാൽ ഉത്തർപ്രദേശ് മുഴുവൻ തന്നെ കേട്ടു എന്ന് വരില്ല. ബട്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ പോകും. അപ്പോൾ ഇവർ പറയുന്നത് ഡൽഹി ക്യാപിറ്റലല്ലേ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഷെയ്ല ദീക്ഷിത് 30 വർഷം ഡൽഹി ഭരിച്ചു. അതെ അതെ, അവരുടെ ഒച്ച കേട്ടിട്ടുണ്ടോ? ഷീ വാസ് സൈലൻറ്റ്. അഥവാ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ നിങ്ങൾ പുറത്ത് കേട്ടില്ല. സോ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രാധാന്യമുണ്ട്. ബിക്കോസ് ഓഫ് മാഗ്സസെ അവാർഡ് വെച്ച് നോക്കിയാൽ മതി. നമ്മൾ മാഗ്സസെ, പുലിറ്റ്സർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഈ അവരുടെ നരേറ്റീവിന് നിന്നു കൊടുക്കാത്ത ഏക മനുഷ്യൻ ഹാർവാർഡ് പ്രൊഫസർ സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമിയെ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കിയില്ല. എന്താ ചെയ്തെന്നറിയാമോ? സ്വാമി പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് സിലബസിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് പറഞ്ഞു, സോറി, വി ഡോണ്ട് ഹാവ് എ സബ്ജക്റ്റ് ഫോർ യു. സ്വാമി കുഴപ്പമൊന്നുമില്ല, നല്ല ഈ പറയുമല്ലോ പണിക്കൻ, നല്ല പണിക്കനാണ്, പക്ഷെ നാളെ മുതൽ പണിക്ക് വരണ്ട, കാരണം എനിക്ക് പണിയില്ല. ഇതാണ് ചെയ്തത്. സോ ദിസ് പ്ലേ ഈസ് ഗോയിങ് ഓൺ ഫോർ സം ടൈം. നമ്മൾ അതിൽ തിരിച്ചു വരാം. അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് 7 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു സംസ്ഥാനവും ഇതുപോലെ രാഷ്ട്രപതിക്കെതിരെ ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. കേരളം ഇങ്ങനെ പോകുന്നതും ഈ ഒരു നാരേറ്റീവിൻ്റെ ഭാഗമാണോ? അതെ. ഞാൻ ഇന്നലെ സുനിലിനെ കാണിച്ച ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റ് മൾട്ടിപ്പിൾ സോവറിനിറ്റി, മൾട്ടിപ്പിൾ ഗവൺമെൻറ്. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം, പരമാധികാരം.
അങ്ങനെ പരമാധികാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളം കൊടുത്തിരിക്കുന്നു. താമസിയാതെ തമിഴ്നാടോ കർണാടകമോ ആരെങ്കിലും കൊടുക്കും. കർണാടക സാമ്പത്തിക പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചെന്ന് ചാടിയിരിക്കുന്നത് ഈ അണ്ണാമലൈ ഈസ് സ്റ്റാൻഡിങ് ലൈക്ക് എ റോക്ക്. ഇന്നലെ സ്റ്റാലിനും ഉദയനിധിയും പറഞ്ഞു കേന്ദ്രം 10 പൈസ തരുന്നില്ല. 1 രൂപ ടാക്സ് കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 28 പൈസയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. 28 പൈസക്കാരൻ മോദി എന്ന് പറയേണ്ടി വരും നമ്മളെന്ന് ഉദയനിധി കളിയാക്കി. അണ്ണാമലൈ റീൽ ഔട്ട് ചെയ്തു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ. നടക്കുകയാണ് അദ്ദേഹം, പദയാത്രയുടെ ഭാഗമായിട്ട് നടക്കുന്നു. എന്നിട്ട് കൂടെ നടക്കുന്ന മീഡിയയോട് പറഞ്ഞു ഇന്ന കാര്യത്തിന് ഇത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട്, ഇന്നതിന് ഇത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട്, ഇന്നതിന് ഇത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നിട്ടില്ല എന്ന് സ്റ്റാലിനോ ഉദയനിധിയോ പറയട്ടെ, ലെറ്റ് ദം ഡിസ്പ്രൂവ് മീ എന്ന് പറഞ്ഞു. മരിഞ്ഞെട്ടിപ്പോയി. കേരളത്തിൽ നിർഭാഗ്യവശാൽ BJPയിൽ ഒരൊറ്റ ആൺകുട്ടി കണക്കറിയാവുന്നവരില്ല, കളക്ട് ചെയ്തവർ പോലുമില്ല. എത്രയോ മാസങ്ങളായിട്ട് എത്ര വീഡിയോയിൽ നമ്മൾ പറയുന്നു വേർ ഈസ് യുവർ അക്കൗണ്ട്സ്, നിങ്ങളിത് പറയണ്ടേ. ഇന്നലെയും മുരളീധരൻ പറയുന്നു ആദിവാസി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല, ആദിവാസികളെ അവഗണിച്ചു, കേന്ദ്ര സർക്കാർ എന്തെല്ലാം ചെയ്തു, ആ പണം എടുത്ത് ഇവർ ധൂർത്തടിച്ചു. കണക്ക് പറയണം മിസ്റ്റർ. ആദിവാസികൾക്ക് വേണ്ടി ഇത് ഇത്ര കോടി രൂപ ഇത്രാം തീയതി നിങ്ങൾ റിസീവ് ചെയ്തോ ഇല്ല, ആ കാശ് എന്ത് ചെയ്തു, എനിക്ക് കണക്കറിയണം. ഇത് പറയാൻ ഡാറ്റ വേണം. കഴിയുന്നില്ല. ദർ ഈസ് നോ ഡാറ്റ. ഞാനിത് ഐ ഹാപ്പൻ ടു ഇൻ്റർവ്യൂ അമിത് ഷാ വൺസ് അപ്പോൺ എ ടൈം ഇൻ 2017 ഓർ സോ. ഹിന്ദിയിലായിരുന്നു ഇൻ്റർവ്യൂ. അദ്ദേഹം കുറേ കടലാസുകൾ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റൂളിൽ താഴെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഞാനിത് ചോദിക്കാൻ തുടങ്ങി. ഈ ഓർക്കാപ്പുറത്ത് ഞാനിങ്ങനെ ചോദിച്ചു, കേരളത്തിലെ മത്സ്യമേഖലയ്ക്ക് എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഈ മനുഷ്യൻ പടപടപടാന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ക്ലിയറായിട്ട് ബോട്ട് വാങ്ങാൻ, ഫിഷിംഗ് ബോട്ട് വാങ്ങാൻ, നെറ്റ് വാങ്ങാൻ, അത് റിപ്പയർ ചെയ്യാൻ, അതിൻ്റെ ഇൻഷുറൻസ്, സീ ആംബുലൻസ്, അത് ഇത് ഒന്നും പറയണ്ട, എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും. ഇത് പുള്ളിക്ക് കാണാതെ അറിയാം, സ്വാഭാവികമായിട്ട് വായിൽ വരും. എന്നാൽ പോലും മനുഷ്യനല്ലേ, ഒന്ന് റെഫർ ചെയ്യേണ്ടി വന്നെങ്കിലോ അതിന് പേപ്പർ വെച്ചിരിക്കുക. ബട്ട് ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ ഹി ഡിഡ്ന്റ് ലുക്ക് അറ്റ് പേപ്പർ. അതൊരു ബാക്കപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. നാക്ക് പിഴയെങ്ങാനും വന്നാൽ നോക്കണമല്ലോ, മനുഷ്യനല്ലേ. ഇതാണ് ഇവർക്ക് കൊടുക്കേണ്ട മറുപടി. ബട്ട് അത് ഇവർ കൊടുക്കുന്നില്ല. സോ കേരളത്തിന് തൻ്റെ ഇടം വരുന്നു. ആദ്യം അവർ സ്യൂട്ട് കൊടുത്തു, അതിൻ്റെ വിധി ഇപ്പോൾ വരാൻ പോകുന്നു. അടുത്തത് രാഷ്ട്രപതിക്കെതിരെ സ്യൂട്ടിൽ പോലും കൃത്യമായൊരു മറുപടി കേരളത്തിലെ BJP ഒന്നും ഉണ്ടായില്ല. മൈൻഡ് ചെയ്തില്ല. പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ ഇതെല്ലാം. ഇറ്റ്സ് നോട്ട് എ ലീഗൽ ഇഷ്യൂ. ദ സ്യൂട്ട് ഈസ് എ പൊളിറ്റിക്കൽ സ്യൂട്ട് കൗച്ച്ഡ് ഇൻ ലീഗൽ സ്യൂട്ട്. അതാണ് ഈ ഒരു ലീഗാലിറ്റിയുടെ കവറിട്ട പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് കൊണ്ടുപോയിട്ട് കോടതിയുടെ കൊടുത്തിരിക്കുന്നത്. മിയർലി ബിക്കോസ് സൂര്യകാന്ത് ഹാപ്പൻ ടു ബി ഇൻ ദ ബെഞ്ച് ഇറ്റ് വാസ് അഡ്മിറ്റഡ്. അതർവൈസ് അവർ റിജക്റ്റ് ചെയ്യേണ്ടതാണ്. കൺവെൻഷണൽ ജഡ്ജസ് ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു. നോ, ഇറ്റ്സ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് വിച്ച് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ യു. നിങ്ങളൊരു ഫിനാൻസ് കമ്മീഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, GST കൗൺസിൽ, ഇവരൊക്കെ ചേർന്നൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് ഇന്ന സംസ്ഥാനത്തിന് ഇന്നതെന്നൊക്കെ പറഞ്ഞ് തീർപ്പാക്കിയിട്ട് അത് പറ്റില്ല, എനിക്ക് അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് കേസിന് പോകുക എന്ന് പറഞ്ഞാൽ ആ കേസ് അഡ്മിറ്റ് ചെയ്യാമോ? പക്ഷേ കേന്ദ്രം ഈ സമീപകാലത്ത് റോഹിംഗ്യൻസിൻ്റെ കേസിൽ ഈ കോടതി ഇങ്ങനെ എക്സിക്യൂട്ടീവിൻ്റെ പവേഴ്സിൽ ഇടപെടലെന്ന് വളരെ ശക്തമായി പറഞ്ഞു. തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ പറയുന്നത് ഒരൊറ്റ മെസ്സേജ് കേരളത്തിൽ BJP കൊടുത്തോ? കേരളം ഈ സ്യൂട്ടുമായിട്ട് പോയത് എന്തിനായിരുന്നു? കിട്ടാനുള്ള കാശിനല്ല, കൂടുതൽ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. വാട്ട് എവർ മണി വാസ് ഗിവൺ, ഈ ഫോർമുല അനുസരിച്ച് തന്ന കാശ് തന്നു, കുറച്ച് കൂടുതലും തന്നു. അത് ഞങ്ങൾ പുട്ടടിച്ച് തീർന്നു. ഇനിയും കടം വാങ്ങാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് അത് അനുവദിക്കുന്നില്ല, അത് വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലാതെ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ല. അതെ, ഈ കാര്യം മാത്രം ജനങ്ങളോട് വ്യക്തമായിട്ട് BJP കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? നോ. രാജീവ് ചന്ദ്രശേഖർ, മുരളീധരൻ, ഈ രണ്ടുപേര് കേന്ദ്രമന്ത്രിമാരല്ലേ. ദേ ക്യാൻ ഗെറ്റ് എവറി ഇൻഫർമേഷൻ ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. വൈ ആർ ദേ നോട്ട് റീലിംഗ് ഔട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്?
ഐ ഡോണ്ട് നോ. ഇവരെല്ലാം ഇങ്ങനെ മേത്ത് എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ വികസനം എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വാട്ട് വികസനം, വാട്ട് ഈസ് ദാറ്റ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ സകല റോഡും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന് പറയാൻ പറ്റും ഐ വിൽ മേക്ക് ഇറ്റ് റൈറ്റ്? നോ, ഇല്ല, പറ്റില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി റോൾ ഇൻ ദാറ്റ് റോഡ്. അത് കോർപ്പറേഷൻ്റെയാണ്. അതിൻ്റെ ഫണ്ട് ഡയറക്റ്റ് കേന്ദ്രത്തിൽ നിന്ന് കോർപ്പറേഷൻ വരും, സ്റ്റേറ്റിൻ്റെത് കോർപ്പറേഷന് പോകും. ഇത് രണ്ടും വെച്ചിട്ട് കോർപ്പറേഷൻ റോഡ് പണിയുകയോ പണിയാതിരിക്കുകയോ തിന്നുകയോ എന്തെങ്കിലും ചെയ്യും. എം പിക്ക് യാതൊരു റോളും ഇല്ല. അതിനാണ് എം പി ഫണ്ട് വേറെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വിനിയോഗം ചോദിക്കുകയോ അതുമില്ല. ഇത് രണ്ടും നമ്മളാണ് എക്സ്പോസ് ചെയ്തത്. ടി ജി, അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പോൾ ഈ CPM ഒരു നിലപാട് ഗവർണർ എന്നുള്ള പദവി ആവശ്യമില്ലാത്തതാണ്. നാളെ ഒരു പക്ഷേ രാഷ്ട്രപതിയും വേണ്ട എന്ന തരത്തിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. രാഷ്ട്രപതി വേണ്ട, ഗവർണർ വേണ്ട, മുഖ്യമന്ത്രിമാർ മാത്രം മതി. ഇതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം. എന്താ അവരുടെ? ഭരണകൂടം കൊഴിഞ്ഞു പോവുക. അതെ, ഓരോ സ്റ്റേറ്റും കൊഴിഞ്ഞു പോവുക. ഈ ഭാരതം എന്ന് പറയുന്നത് 16 ഉപദേശീയതകളുടെ സംഘാതമാണ്. അതുകൊണ്ട് അത് 16 വേണം കൊടുക്കുക. അവർ മെമ്മോറാണ്ടം കൊടുത്തതാണ്. ജോഷിയുടെ കാലം മുതലുള്ളതാണ്. ക്രിപ്സ് മിഷന് കൊടുത്ത മെമ്മോറാണ്ടമാണത്. സോ ദെയർ ഇൻറ്റൻഷൻസ് ആർ ക്ലിയർ. യാതൊരു ഗൂഢാലോചനയൊന്നുമില്ല. ഇതൊക്കെ പരസ്യാലോചനയാണ്. എത്ര ചെറുതുമായിക്കോട്ടെ അവരവരുടെ എയിമിൽ നിന്ന് മാറിയിട്ടില്ല. ഇവരുടെ റെസ്പോൺസ് എന്താ? ഇപ്പുറത്ത് റൈറ്റ് വിങ്ങിൻ്റെ റെസ്പോൺസ് എന്താ? EMSൻ്റെ AKGയുടെയൊക്കെ കാലത്ത് എത്ര നന്നായിരുന്നു നിങ്ങളുടെ പാർട്ടി. ഇപ്പം പിണറായി വിജയൻ വന്ന് സകലം നശിപ്പിച്ച് തൊഴിലാളികളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം എക്സ്പോസ് ചെയ്ത ദേ ആർ റിമൈൻഡിങ് ദ ഓൾഡ്. ഞാൻ താമസിയാതെ അടുത്ത എക്സ്പോഷർ കൊണ്ടുവരാം. ഇറ്റ് ഹാസ് കുറച്ച് സമയമായി, കുറച്ച് നാളായി നമ്മൾ എക്സ്പോഷർ. അതിനുവേണ്ടി ഈ പാർട്ടി പണ്ട് ചെയ്ത കുതന്ത്രങ്ങളുടെ എക്സ്പോഷർ സ്പെഷ്യൽ എപ്പിസോഡ് അത് ചെയ്യാം. പ്രേക്ഷകർ കാത്തിരിക്കുക. അതെ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ പ്രസിഡൻറ്റിനെതിരെയുള്ള കേസ് ഇതൊരു തുടക്കം മാത്രമാണ്. ഇറ്റ്സ് ഗോയിങ് അഹെഡ്. ബട്ട് അതിൻ്റെ ഒരു തിരിച്ചടിയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്. പ്രിയംറ്റീവ് സ്ട്രൈക്കാണത്. ഇത് TM കൃഷ്ണ വാല് പൊക്കിയപ്പോൾ തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്ന് ED തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. ബിക്കോസ് ദ റിവോൾട്ട് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് എൽസ്വെയർ. നൗ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ട്രാൻസ്ഫോമിങ് ഇറ്റ് ടു ഡൽഹി. നടക്കുന്ന കളി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യിക്കുക. പിന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ EDA ഏജൻസികളെ അഴിച്ചുവിട്ട് ഹറാസ് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ശരി, ഞങ്ങൾ അവർക്കൊരു ഗൈഡ് ലൈനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ, ഈ PMLA ആക്റ്റിൽ ED എന്ത് ചെയ്യണം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ പറ്റുമോ? ഇലക്ഷൻ കമ്മീഷൻ ഒരു ഗൈഡ് ലൈൻ കൊടുക്കും. എന്ത് ചെയ്യും? ഫോൾസ് കേസുകൾ ഇടാൻ പാടില്ല. അതല്ലെങ്കിൽ ആരും പറയില്ല ഇത് കള്ളക്കേസാണ്. കള്ളക്കേസാണെങ്കിൽ തന്നെ ആരെങ്കിലും സമ്മതിക്കുമോ ഇത് കള്ളക്കേസാണ്? ഇങ്ങനെ എന്തെങ്കിലും ഗൈഡ് ലൈനൊക്കെ കൊടുത്തിട്ട് ഇവരെ തണുപ്പിച്ച് നിർത്തും. അതിനപ്പുറത്തേക്ക് ഇലക്ഷൻ കമ്മീഷനും പോകാൻ പറ്റില്ല. ഇവർ പക്ഷേ ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഗൈഡ് ലൈൻ പോരാന്ന് പറഞ്ഞിട്ട് ദേ വിൽ ഗോ ടു സുപ്രീം കോർട്ട്. ദാറ്റ് ഈസ് ഹൗ ദ എലക്ഷൻസ് ആർ ഗോയിങ് ടു ബി ടോർപിഡ് ഔട്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി കളയും. പറ്റുമെങ്കിൽ സുപ്രീം കോടതിയെ കൊണ്ട് ഇലക്ഷൻ സ്റ്റേ ചെയ്യിക്കും. നാട്ടിലെങ്ങും അരാജകത്വം ഉണ്ടാക്കും. ഇങ്ങനെയാണ് അവർ ഈജിപ്തിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ കൂടെ പോയി. ഞാൻ പറഞ്ഞില്ലേ 2012-13 കേജ്രിവാൾ മറ്റേ അണ്ണാ ഹസാരെയൊക്കെ വന്ന് വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് മോദിക്കാണ്. കാരണം മോദി 2002 മുതൽ നോക്കിയിരിക്കുകയാണ്. ഈ നമ്മുടെ മുയലിങ്ങനെ മരച്ചോട്ടിൽ കിടന്ന് കളിക്കുമ്പോൾ പെരുമ്പാമ്പ് മുകളിലിങ്ങനെ ചുറ്റി ഈ മരത്തിൻ്റെ ചില്ലയിൽ ചുറ്റി ഇങ്ങനെ കിടക്കും. എൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് ടൈമിൽ ഒറ്റ വീഴ്ചയാണ് ഈ മുയലിൻ്റെ. അതിനെ ചുറ്റുന്നതും വിഴുങ്ങാൻ തുടങ്ങുന്നതും ഒരുമിച്ചായിരിക്കും. 3-4 സെക്കൻഡ് കൊണ്ട് മുയൽ വായി. ഇതുപോലെ ഈ മോദി ആ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ കയ്യിലാക്കി. അങ്ങനെ ആ ബെനിഫിറ്റ് മോദിക്ക് പോയി, ഇവർക്ക് ഒന്നും ചെയ്യാതെയായി. ഇപ്പോൾ അതിനുള്ള അടുത്ത കോപ്പ് കൂട്ടിയിരിക്കുന്നു. അതിന് കൊടുത്ത അടിയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്. ഇവരുടെ നെക്സ്റ്റ് നീക്കമാണ് ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയും ഈ കേരളം കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിലെ ഹർജി. അപ്പോൾ കേജ്രിവാളിൻ്റെ വഴി തന്നെയാണ് കേരളവും പോകുന്നത്. സംശയം എന്താ?
അതിൽ കുഴപ്പമൊന്നും. പക്ഷേ കേജ്രിവാളിനെ നേതാവായിട്ടൊന്നും അംഗീകരിച്ചൊന്നും വരില്ല. കാരണം അവരുടെ ഇടയിലെ ആ ഡിസ്റ്റൻസ് അതുപോലെ നിർത്തും. കാരണം ഇവരെല്ലാം ഒന്നിച്ചാണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത വലിയ കുഴപ്പമാണ്. ഇപ്പോൾ ഈ ഇന്ത്യ അലയൻസ് കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്തെന്നും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡെട്രിമെൻ്റൽ ടു ദെയർ ഇൻട്രസ്റ്റ്. ഇവരുടെ ഈ കേജ്രിവാളിനെ നേതാവായിട്ട് മമത സമ്മതിക്കുക. ഷി ഹാസ് ഗോട്ട് 39 സീറ്റ്സ് വിത്ത് ഹർ. കേജ്രിവാളിന് പഞ്ചാബിൽ 13-14 സീറ്റ് പ്ലസ് ഡൽഹിയിൽ 20 സീറ്റാണ് അയാളുടെ കയ്യിലുള്ളത് കൂടി വന്നു കഴിഞ്ഞാൽ. അവർക്ക് ഒറ്റയ്ക്ക് 39 സീറ്റുണ്ട്. സ്റ്റാലിന് 42 ഉണ്ട്. വരാണെങ്കിലും കേജ്രിവാളിനെ അങ്ങ് ആളാവാൻ സമ്മതിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബൈ ദം. ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിന് അവരെ ബൈ ചെയ്യണമെന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അവരുടെ വാല്യൂ കൂടുതലാണ്. അതെ അതെ. ഒരു TM കൃഷ്ണ വിചാരിച്ചു ഏതായാലും നമ്മുടെ സുപ്രീം കോടതിയും നിർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതോ ഈ കളിക്ക് ഭാഗമാകുന്നുണ്ടോ എന്നുള്ള സംശയം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. ഇറ്റ്സ് വെരി ക്ലിയർ. ബട്ട് ദർ ഈസ് സിവിയർ ടസിൽ വിത്തിൻ ദ ജുഡീഷ്യറി. ഈ പോക്ക് ശരിയല്ല എന്ന് പറയുന്ന ജഡ്ജിമാരുമുണ്ട്. അത് പലപ്പോഴും നമുക്ക് പല ജഡ്ജ്മെൻറ്റ്സിലും ഒക്കെ കാണാം. ചില ജഡ്ജിമാർ കയറി അസർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും ഇവർക്ക് ഈക്വൽ പവേഴ്സാണ്. ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാ? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് മാത്രമാണ്. ലീവ് ഗ്രാൻഡ് ചെയ്യുക, കേസ് ലിസ്റ്റ് ചെയ്യുക, ഇതുപോലെയൊക്കെ ഉള്ളൂ. അല്ലാതെ മറ്റ് ജഡ്ജിമാരെക്കാളും ലീഗലി ഒരു ഹയർ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ചീഫ് ജസ്റ്റിസ് എന്ന് പറയും. ബാക്കി ജസ്റ്റിസുമാർക്ക് അവർ സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ. അവർ മിണ്ടാതിരിക്കുകയൊന്നുമല്ല. അവർ സംസാരിക്കാറുണ്ട്. അവർ ഡിസെൻറ്റ് നോട്ട് എഴുതാറുണ്ട്. ഈവൻ ശബരിമല ജഡ്ജ്മെൻറ്റിൽ ബോൾഡായിട്ടൊരു ഡിസെൻറ്റ് നോട്ട് വന്നില്ലേ. സോ ഇറ്റ് ക്യാൻ ബി ഡൺ. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിനുള്ളിൽ ജുഡീഷ്യറിക്കുള്ളിൽ ഈ ചെയ്യുന്നത് ശരിയല്ല, നമ്മളിങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ പല ജഡ്ജ്മെൻറ്റ്സിലും കാണും. ഏതായാലും നിരാശയ്ക്ക് വലിയ അവസരം ഉണ്ടായിട്ടില്ല. പ്രത്യാശയുടെ ചില കിരണങ്ങളുണ്ട്. ആബ്സല്യൂട്ട്ലി നോ. ഈ പിടുത്തം ഇനിയും വിടാൻ പോകുന്നില്ല. അതെ. അപ്പോൾ കഴിഞ്ഞ ഒരു ടോക്ക് നമ്മൾ അവസാനിപ്പിച്ചത് ഈ പിടുത്തം വിടാതെ മുറുകെ പിടിക്കുന്നത് മോദിയാണെങ്കിൽ മോദി രാജ്യത്തെ രക്ഷിക്കട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.